ഗൈസ് അങ്ങനെ നമ്മൾ വണ്ടി എടുക്കാൻ പോവുകയാണ്. ഇന്ന് ശനിയാഴ്ച രാവിലെയാണ്. വെള്ളിയാഴ്ച വൈകിട്ട് ഇറങ്ങി കൊല്ലം മങ്ങാട് ലോഡ് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ വീടിൻ്റെ അവിടെ വണ്ടി കൊണ്ട് ഒതുക്കിയിട്ട് വീട്ടിൽ പോയതാണ്. അച്ഛൻ ഇന്നലെ ശബരിമല പോയതാണ്. അപ്പം വീട്ടിലൊന്ന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ പോയിട്ട് രാവിലെ എണീറ്റ് മഴയാണ് രാവിലെ. അപ്പം ഇന്നലെ മഴയായതുകൊണ്ട് അവിടെ പോയിട്ടും കാര്യമില്ല, ഓർഡറൊന്നും ഇല്ലായിരുന്നു. അപ്പം പതുക്കെ രാവിലെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ രാവിലെ വണ്ടി എടുക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും അവിടെ ചെന്നിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നിർത്തുമ്പോൾ വീഡിയോ എടുത്ത് കാണിക്കുന്നതായിരിക്കും. ഓക്കെ, ബൈ. ഇതാണ് ഗൈസ് 13 പാലം. െല്ലാം വെള്ളം കയറി വണ്ടി സിദ്ദീഖിൻ്റെ വണ്ടിയാണ് കിടക്കുന്നത്. അവിടെ ഒതുക്കി ഇട്ടിട്ട് സിദ്ദീഖ് വീട്ടിൽ കയറിയിരിക്കുകയാണ്. സിദ്ദീഖിൻ്റെ വീട് ഇവിടെ തന്നെയാണ്, അതുകൊണ്ടാണ് അവിടെ ഒതുക്കിയിട്ടിരിക്കുന്നത്. നമ്മളങ്ങനെ പുളിയറ എത്തിയിരിക്കുന്നു. പുളിയറ അടിപൊളി സ്ഥലമാണ്, ഒരു രക്ഷയില്ല. പോലീസ് ചെക്ക് പോസ്റ്റാണ് ഇവിടെ. ചെക്ക് പോസ്റ്റിൻ്റെ മുന്നേ നിർത്തിയതാണ്. ഒരു ചായക്കടയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ചായ കുടിച്ച് അടിപൊളിയായിട്ട് നിൽക്കായിരുന്നു. പക്ഷെ ഇവിടെ ഒരു ചായക്കട പോലും ഇല്ല. എന്നാ ചെയ്യും, അടിപൊളി. മഴയൊക്കെ പെയ്ത് അന്തരീക്ഷമൊക്കെ നനഞ്ഞ് കുളിച്ച് സെറ്റായിട്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ല. എൻ്റെ മോൻ പോലീസാണ്. ഇതാണ് ചിറകൻ്റെ ശരി. സെറ്റായിട്ട് കിടക്കുകയാണ്. പശുവൊക്കെ ഉണ്ട്. അപ്പോൾ ഓക്കെ, ഇനി നേരെ തിരുനെൽവേലി ചെന്നിട്ട് കാണാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. നമ്മളങ്ങനെ പുളിയറയ്ക്കപ്പുറം ചെങ്കോട്ടയ്ക്കിപ്പുറം ഒരു കടയിൽ കാപ്പിടിക്കാൻ എത്തിയിട്ടാണ്. തമിഴ്നാട്ടിൽ കേരള ഹോട്ടലാണ്. തമിഴ്നാട്ടിൽ കേരള ഹോട്ടലിൽ നമ്പറൊക്കെ അടിക്കുന്നത് കൊള്ളാം, നൈസ് ഹോട്ടലാണ്. ഈ ഇടയ്ക്കൊക്കെ ഇവിടുന്നാണ് കഴിക്കാൻ. ഇതുകൊണ്ടോ കൊല വന്ന് കൂട്ടിയിട്ട് ചെയ്യുന്നുണ്ടോ, ഒരു ലോഡ് കൊലയുണ്ട്. എല്ലാം ചിപ്സാണ്. പക്ഷെ അവർ വല്ല അയ്യപ്പന്മാരൊക്കെ വന്ന് വാങ്ങിച്ച് കഴിക്കാൻ കൊണ്ടുപോകാനൊക്കെ വേണ്ടിയിട്ട് അവർ ഒരു ലോഡ് കൊല കൊണ്ടുവന്നിട്ട് ചിപ്സ് ഉണ്ടാക്കുകയാണ്. ഒരു രക്ഷയില്ല. ഓക്കെ, അപ്പം നമുക്ക് കഴിച്ചിട്ട് വരാം. താങ്ക് യു. നമ്മളങ്ങനെ എഴഞ്ഞ് സുരണ്ട എന്ന് പറയുന്ന സ്ഥലത്തെത്തി. സുരണ്ടയാണിത്. നമ്മുടെ ചെറുക്കൻ ഇവിടെ ഉണ്ട്. പൊളി സ്ഥലമാണ്, ഒരു രക്ഷയില്ല. അതാണ് സുരണ്ട. ഇവിടെ നിന്നാണ് കൂടുതലും പച്ചക്കറികളൊക്കെ നമ്മുടെ നാട്ടിലോട്ട് പോകുന്നത്. മൊത്തം വയലും കൃഷിയിടങ്ങളോ. അങ്ങോട്ടൊക്കെ അടിപൊളി സ്ഥലം. പിന്നെ വണ്ടി ഓടിക്കുന്നതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. പിന്നെ ഇവിടെ ഇച്ചിരി നേരം റെസ്റ്റ് എടുക്കാൻ നിർത്തിയപ്പം ചുമ്മാ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചേ. കണ്ടോ, ചെറിയൊരു ചാലും തോടൊക്കെ ഉണ്ട്. ആണ് ഇവിടുത്തെ തോടും ചാലും എല്ലാം ഉണ്ടല്ലോ. നെൽപ്പാടവും എല്ലാം ഉണ്ട്, സെറ്റാണ്.
നമ്മളെ ചെറുക്കനെ ഇവിടെ 10 മിനിറ്റ് റെസ്റ്റ് എടുക്കാൻ നിർത്തിയതാണ്. അപ്പം ശങ്കറി ചെന്നിട്ട് കാണാം. ഓക്കെ. തമിഴ്നാട്ടിൽ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. വണ്ടിയെല്ലാം ഇവിടെ ചുമ്മാ കിടപ്പാണ്. മഴയായതുകൊണ്ട് ലോഡൊന്നും ആവുന്നില്ല. എന്താ പറയുക, ഇതാണ് അവസ്ഥ. കേരള വണ്ടിയൊക്കെ കടവണ്ടിയൊക്കെ ലോഡാവുന്നുണ്ട്. എന്തൊരു ഭാരതൻസ് 14 വീല് കിടക്കുന്ന ലോഡായി കിടക്കുന്നു. ശങ്കറെല്ലാം ഉറക്കം തൂങ്ങി കിടക്കുകയാണ്. രാവിലെ ആയിട്ട് ഒരു ഉഷാറില്ല. എന്തോ KL 22 രജിസ്ട്രേഷൻ. ഭാരതൻസ് BS6+ വണ്ടിയാണ്. AC വണ്ടി. പോലീസാണ്. ഇപ്പുറത്ത് ക്യാപ്റ്റൻ്റെ വണ്ടി കിടക്കുന്നുണ്ട്. ഇതെല്ലാം വണ്ടിയാ. നമ്മളെ ചെറുക്കനെ ഇവിടെ ഒതുക്കി മാറ്റിയിട്ടേക്കുവാ. ഈ എന്താടാ കേട്ടില്ല? സെക്യൂരിറ്റി എന്നോട് കഴിഞ്ഞോട്ടം പറഞ്ഞ് ഇതിനകത്ത് നിന്ന് വീഡിയോ എടുക്കരുത്, ക്യാമറ ഉണ്ടെന്ന്. ക്യാമറ ഒന്നും. നമ്മുടെ ചെറുക്കൻ ഇവിടെ കിടപ്പുണ്ട്. ഒരു ട്രെയിലർ ബൾക്കർ കൊണ്ടുപോയിട്ട് ഇത് നമ്മുടെ പ്രവീണൻ്റെ വണ്ടിയാണ്. അടിപൊളി വണ്ടി. 9760, എൻ്റെ 9757 എല്ലാം തമിഴ്നാട് വണ്ടിയുള്ളത്. ഫാത്തിമയുടെ വണ്ടിയാണ്. ഇത് ഏച്ചറിൻ്റെ 6 വീല് വണ്ടി, ലോക്കൽ വണ്ടിയാണ്. MS ട്രാൻസ്പോർട്ട്. MS ഒക്കെ എന്തുവാണ്. ഇതാണ് നമ്മുടെ ചെറുക്കൻ്റെ വണ്ടി, രാഹുലിൻ്റെ വണ്ടി. രാഹുലിൻ്റെ വണ്ടി മൊപ്പായിട്ട് പണിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചേക്കുക. ക്രിസ്മസ് സ്പെഷ്യലാണ് വണ്ടി. വണ്ടി രാത്രി എടുക്കണം. രാത്രി ഇടുവാണ്. ഫുള്ള് ലൈറ്റ് സെറ്റും കാര്യങ്ങളൊക്കെയാണ് വണ്ടിക്കകത്ത്. ഇവരൊക്കെ അടിപൊളിയായിട്ട് പണിഞ്ഞ് വെച്ചേക്കുവാണ്. ഇതാണ് വണ്ടി. വണ്ടിയുടെ ആകം കാണിച്ചില്ലെന്ന് പറയും ഉണ്ടല്ലോ. മേരി ക്രിസ്മസ്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. SBTയുടെ വണ്ടിയാണ്. നമ്മൾ രാവിലെ എണീറ്റ് പല്ല് കേൾക്കാൻ പോവാണ് ഗൈസ്. പല്ല് കഴിച്ചൊന്ന് കുളിച്ച് സെറ്റാണ്. ഇനി എന്തായാലും ഈ ലോക്കൽ വണ്ടി ഒക്കെ ഇവിടെ കിടന്ന് ഇന്നലെ രാത്രി ലോഡ് കയറ്റി കഴിഞ്ഞ് ഇവിടെ കൊണ്ടുവന്നിട്ടേക്കുക. നമ്മുടെ വണ്ടി ഇനി എന്തായാലും ലോഡാകുമ്പോൾ 2 മണി മുതലേ ലോഡാകത്തുള്ളൂ. 2 മണി മുതലാണ് വലിയ വണ്ടികളുടെ ടൈമിങ്. അതായത് 2 മണി ടു ഒരു 7 മണി 8 മണി വരെ വണ്ടികളകത്ത് കയറും. പിന്നെ രാത്രി 10 മണി മുതൽ രാത്രി 2 മണി വരെ ഈ കൊച്ചു വണ്ടികൾ, ചെറിയ വണ്ടികൾ ലോഡാകും. പിന്നെ രാത്രി നമുക്ക് വന്നാലും രാത്രിയിലായാലും പകലായാലും വലിയ വണ്ടികൾക്ക് എപ്പോഴും ഈ പറയുന്ന 2 മണി ടു ഒരു 10 മണിയാണ് ടൈം. അങ്ങനെയാണ് ഇവിടുത്തെ സമയങ്ങൾ. നമ്മൾ ഇവിടെ ബാത്റൂം പൈപ്പൊക്കെ ഉണ്ട്, അങ്ങോട്ട് പോവുകയാണ്. പിന്നെ വീഡിയോ എടുക്കുന്നതായിരിക്കും.